ഗൈസ് ഹായ് 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 സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യം, സോ നിങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ ബയോളജി എന്ന് പറയുന്ന ഒരു വിഷയം അല്ലേ, ഇപ്പം 8 ആയിക്കോട്ടെ 9 ആയിക്കോട്ടെ 10 ആയിക്കോട്ടെ +1 ആയിക്കോട്ടെ, ഈ കാലയളവിലൊക്കെ ബയോളജി എന്ന് പറഞ്ഞ ഒരു വിഷയം നിങ്ങൾ പഠിക്കുന്നുണ്ടാവില്ലേ. സോ എങ്ങനെയുണ്ടോ ഓവറോൾ നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ ഇഷ്ടമുണ്ടോ, അതോ ബയോളജി അങ്ങനെ അപ്പൊ എന്തെന്നാണ് ഒരു നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ. ഞാനിവിടെ ബയോളജിയുടെ ടെക്സ്റ്റ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് 7ാം ക്ലാസ്സിൻ്റെതാണ്, നിങ്ങൾ നോക്കണ്ട. നമുക്കിതില് ബയോളജിന്റെ കാര്യം എന്താ വെച്ചാൽ, ബയോളജി നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത് എന്ന രീതിയിലാണ് എനിക്ക് നിങ്ങളോട് ആയിട്ട് പറയാനുള്ളത്. എന്താ സമയം കാരണം നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ, ബയോളജി ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യാതെ എക്സാമിന് പോകുന്ന കാര്യം. നമ്പർ 1, നിങ്ങൾ ബയോളജി എന്ന് പറഞ്ഞ ഒരു വിഷയം പഠിക്കുകയാണെങ്കിൽ, ഒരു ചാപ്റ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് ബയോളജിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബയോളജി എന്ന് പറഞ്ഞ വിഷയം അതാണ് ഞാൻ ചെയ്ത ഒന്നാമത്തെ ഫാൾട്ട്. ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യാതെ എക്സാമിന് പോവുക. രണ്ടാമത്തെ കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഓരോ ഡയഗ്രാമുകൾ ഉണ്ടാവുമല്ലോ, ഓരോരോ ഡയഗ്രാമുകൾ. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ നോക്കി, ഇതേപോലത്തെ ഓരോരോ ഡയഗ്രാമുകൾ നിങ്ങൾ പഠിക്കാതെ പോവുക. സോ ബയോളജി പഠിക്കുന്ന നിലയ്ക്ക് 10 ആയിക്കോട്ടെ +1 സയൻസ് ആയിക്കോട്ടെ, ബയോളജി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ഡയഗ്രാമുകളും വരച്ച് പഠിക്കണം നിങ്ങൾ. രണ്ടാമത്തത്, ഒരു ബയോളജിയിലെ ചോദ്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ മതി, മൂക്ക് പിടിക്കുന്ന പോലെ ചോദിച്ചാൽ മതി. പക്ഷേ അവര് ചോദ്യം ചോദിക്കുക ഇങ്ങനെ വന്നിട്ടാണ് ചോദിക്കുക. ഇങ്ങനെ വന്ന് വട്ടം ചുറ്റിയിട്ടാണ് ചോദ്യം ചോദിക്കുക. അപ്പൊ അതിനനുസരിച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള വൃത്തിയായിട്ടുള്ള നോളജ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ബയോളജി എന്ന് പറഞ്ഞ വിഷയത്തിൽ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത തെറ്റുകൾ നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് വിചാരിച്ച സീരീസ് ആണിത്, സ്റ്റുഡൻസ് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുക. അതിൽപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആയിരുന്നു. ഒന്നാമത്തെ നമ്മളെ മടി മാറ്റാനുള്ള കാര്യം പറഞ്ഞു, അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ആൻഡ് അതിനുശേഷം പറയുന്ന കാര്യം, രണ്ടാമതുള്ള വീഡിയോ ബയോളജിയിൽ എങ്ങനെ മാർക്ക് കൂട്ടാം. ഈ കാര്യമായിരുന്നു എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയാണ്, 2 കാര്യം എനിക്ക് പറയാനുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ റീഡ് ചെയ്യുക, മനസ്സിലാവുന്ന രീതിയിൽ റീഡ് ചെയ്യുക. ആൻഡ് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ഡയഗ്രാമുകളും ചിത്രങ്ങളും വരച്ച് പഠിക്കുക. ആൻഡ് മൂന്നാമത്തെ കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റസ് അസസ് ഇല്ലേ, അതിൽ വിലയിരുത്താമെന്ന് പറഞ്ഞ ഭാഗത്തുള്ള ചോദ്യങ്ങളോട് സോൾവ് ചെയ്ത ബയോളജിയിൽ ഫുൾ മാർക്ക്, 40 ഔട്ട് ഓഫ് 40 മാർക്ക്. ഇത്രയും കാര്യങ്ങളാണടാ എനിക്ക് നിങ്ങളോട്. ബയോളജിയിൽ മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന നിങ്ങൾക്ക് എന്റെ വക ഞാൻ ചെയ്തിരുന്ന തെറ്റുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തതെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിരുന്ന തെറ്റുകൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിക്കാറില്ല. രണ്ടാമത്, ഡയഗ്രാംസ് വലിയ രീതിയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാറില്ലായിരുന്നു. ഇതോടെ ബയോളജിന്റെ മാർക്ക് കുറയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 10 എന്ന് പറയുന്ന മാർക്കിലാണ് ബയോളജി നിൽക്കുന്നുണ്ടെങ്കിൽ, ഓണം എക്സാമിന് ബയോളജിയുടെ മാർക്ക് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. 10 എന്ന് പറഞ്ഞൊരു മാർക്കിലാണ് നിങ്ങൾ ബയോളജി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുമെന്നതിലൂടെ, ഈ ഒരു ബയോളജി ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡുകളിലൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ബയോളജിയിൽ നല്ല രീതിയിലുള്ള മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഒന്ന് പയറ്റി നോക്കുക. ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഈ ഒരു ഭാഗത്തിലൂടെ ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുണ്ടായിരുന്നത്. അടിപൊളിയാക്കാം ബയോളജി എന്ന് പറഞ്ഞ വിഷയം. നിങ്ങൾക്ക് ഇനി ഏതാണോ ബുദ്ധിമുട്ടായി തോന്നുന്ന ഭാഗം അടിപൊളിയായിട്ട് എന്നോട് പറയാം, ഉഷാറാക്കാം. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്. ഓക്കെ.